ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യമേ തന്നെ പറയുകയാണ് ഒരാഴ്ച. ഇന്ന് ഒരാഴ്ച തികയാണ് അല്ലേ? 7 ദിവസമല്ലേ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ അടുത്ത ഒരു വീഡിയോ ഇടാം എന്നത് നമുക്ക് ആഴ്ചയിലൊന്ന് വെച്ച് കൃത്യമായിട്ട് നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. ഏതായാലും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അതിന് സാധിക്കണം എന്ന ആ ലക്ഷ്യത്തോടു കൂടി നമ്മളിന്ന് ഈ വീഡിയോ ഇടുകയാണ്. ഇതിനു മുമ്പ് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾക്ക് ഇനിയും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അല്പം പോലും ബുദ്ധിമുട്ടില്ല. ഇല്ല എന്നത് ഇപ്പോൾ നമ്മളാൽ മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കാൻ പോകുകയാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത് എങ്ങനെ, ഏറ്റവും എളുപ്പ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കേണ്ടത് എങ്ങനെ എന്നതാണ് ആദ്യമായി ഇപ്പോൾ നമ്മുടെ ഉദാഹരണ സഹിതം നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുവാൻ 1-2 വാക്കുകൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സാധിക്കുന്നത് എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, കമോൺ. ഇതാ ഇങ്ങോട്ട് നോക്കൂ. ടൈം ഈസ് ഓവർ. ടൈം ഈസ് ഓവർ എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ടൈം ഈസ് ഓവർ എന്ന് പറയുവാന്. പക്ഷേ ഇതാ ഒരു പുതിയ വാക്ക്, നോട്ട് എറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ല. ഈ ടൈം ഈസ് ഓവർ നമ്മൾ നേരത്തെ അറിയാമായിരുന്ന ഈ നോട്ട് എറ്റ് ഓവർ എന്ന ഈ 2 വാക്കുകൾ കൂടി ചേർത്ത് നമ്മളൊന്ന് സംസാരിക്കുന്ന നോക്കിയേ, ഒന്ന് കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കിയേ. ടൈം ഈസ് നോട്ട് എറ്റ് ഓവർ. ടൈം ഈസ് നോട്ട് എറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ സമയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് പുതിയൊരു വാക്ക് പുതിയൊരു സെന്റൻസ് പറയുവാന് നമ്മൾ ഇത് കൊണ്ട് പഠിച്ചു കഴിഞ്ഞില്ലേ? ഈ 2 വാക്കുകളും ഈ നോട്ട് എറ്റ് എന്ന ഒരൊറ്റ വാക്ക് കൊണ്ട് നമുക്ക് എത്രയധികം കാര്യങ്ങൾ ആരോടെല്ലാം സംസാരിക്കുവാൻ സാധിക്കുമെന്നറിയാമോ? ഇത് തന്നെ ഇപ്പോൾ സമയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുവാൻ നമ്മൾ ഈ നോട്ട് എറ്റ് കൊണ്ട് നമുക്ക് സാധിച്ചു. അതുപോലെ റെയിൻ ഈസ് നോട്ട് എറ്റ് ഓവർ. റെയിൻ ഈസ് നോട്ട് എറ്റ് ഓവർ എന്ന് പറഞ്ഞാലോ, മഴ ഇതുവരെ മാറിയിട്ടില്ല. മഴ ഇതുവരെ മാറിയില്ല എന്ന് പറയുവാൻ റെയിൻ ഈസ് നോട്ട് എറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ മതിയാവും. അതുപോലെ ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഈ സെന്റൻസിന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് നോക്കൂ. സം മോർ സീറ്റ്സ് ആർ വേക്കന്റ്. സം മോർ സീറ്റ്സ് ആർ വേക്കന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം കുറെ സീറ്റുകൾ കൂടി ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്നാണ്. സം മോർ സീറ്റ്സ് ആർ ഓവർ. ഇതിനെ നമുക്ക് ഈ നോട്ട് എറ്റ് ചേർത്തൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഈ നോട്ട് എറ്റ് എന്ന ഒരൊറ്റ വാക്ക് പഠിക്കുന്നത് കൊണ്ട് എത്രയധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാൻ സാധിക്കും എന്നതിന് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. സം മോർ സീറ്റ്സ് ആർ വേക്കന്റ് എന്ന ഈ വാക്കിനെ, ഈ സെന്റൻസിനെ നമ്മൾ ഇതാ നോട്ട് എറ്റ് എന്ന ഒരു വാക്കുകൊണ്ട് വേറൊരു രീതിയിൽ സംസാരിക്കാൻ പോവുകയാണ്. ദ സീറ്റ്സ് ആർ നോട്ട് എറ്റ് ഫുൾ. ദ സീറ്റ്സ് ആർ നോട്ട് എറ്റ് ഫുൾ എന്ന് പറഞ്ഞാൽ സീറ്റുകളെല്ലാം ഇതുവരെ നിറഞ്ഞിട്ടില്ല എന്നായി. ഈ നോട്ട് എറ്റ് എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പഠിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ ഇതുപോലെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വാക്കുകളുടെ അറിയാവുന്ന വാക്കുകൾ ആയിരിക്കില്ല ചില വാക്കുകൾ. നേരത്തെ നമ്മളൊന്ന് പഠിച്ചതായിരുന്നു. അതായത് ഒരു വാക്കിന് ഒരർത്ഥം, ഒരു വാക്കിന് പല അർത്ഥം പറയേണ്ടി വരുന്ന സമയങ്ങളിലാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഇത് ഈ നോട്ട് എറ്റ് ചേർത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറേ അധികം പറയുവാൻ സാധിക്കും എന്ന് പഠിച്ച നമുക്ക് ചില സാഹചര്യത്തിൽ നമ്മൾ ഈ അർത്ഥം പഠിച്ചു വെച്ചത് കൊണ്ട് സംസാരിക്കുവാൻ സാധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ അത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതൊരു പ്രയാസമേറിയ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് അത് നമ്മൾ നേരത്തെ കുറച്ച് പറഞ്ഞു, അതുപോലെ കുറച്ച് വാക്കുകൾ ഞാനിപ്പോ പറയാം. ഇതെങ്ങോട്ട് നോക്കൂ. ഇതാ ബ്രേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാം അറിയാം. പൊട്ടുക, ഒടിയുക, അല്ലെ പൊട്ടിക്കുക എന്നൊക്കെയാണ് നമുക്കറിയാവുന്ന അല്ലേ? ഈ ബ്രേക്ക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. തേങ്ങ ഉടയ്ക്കുക എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് എന്ന വാക്ക് ചേർത്ത് നമുക്ക് പറയാം ബ്രേക്ക് ദ കോക്കനട്ട് എന്ന് പറയാം. ബ്രേക്ക് ദ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ
ഉടയ്ക്കുക, തേങ്ങ ഉടയ്ക്കുക എന്ന് പറയാം. അതുപോലെ ഇവിടെ നമുക്ക് ഏതാണ്ടൊരു ഉടയ്ക്കുക, പൊട്ടിക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് വന്നല്ലോ, ഏതാണ്ടൊരു ഇത് വന്നു. എന്നാ ഹി ബ്രോക്ക് ഹിസ് വേർഡ്, ഹി ബ്രോക്ക് ഹിസ് വേർഡ് എന്ന് പറഞ്ഞാല് ബ്രേക്കിന്റെ പാസ്റ്റ് ഫോം ബ്രോക്ക്. ഹി ബ്രോക്ക് ഹിസ് വേർഡ് എന്ന് പറഞ്ഞാൽ അവൻ വാക്കു പാലിച്ചില്ല, അവൻ വാക്കു പാലിച്ചില്ല, വാക്ക് തെറ്റിച്ചു. അവൻ ഒരു കാര്യം പറഞ്ഞത് അവൻ അതുപോലെ ചെയ്തില്ല എന്ന് പറയുന്നതിന് ഹി ബ്രോക്ക് ഹിസ് വേർഡ് എന്ന് പറയാം. അന്നേരം ഈ ബ്രോക്ക് എന്ന വേർഡ് അല്ലെ ബ്രേക്ക് എന്ന വേർഡ് ഇത് നമുക്ക് ഏതാണ്ടൊരു അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അതുപോലെ ഷീ ബ്രോക്ക് ഹെർ സ്റ്റഡീസ്, അവൾ പഠനം നിർത്തി, അവളുടെ പഠിത്തം പകുതിക്ക് വെച്ച് നിർത്തുകയാണ്. നിർത്തിയപ്പോൾ നമുക്ക് പറയാം ഷീ ബ്രോക്ക് ഹെർ സ്റ്റഡീസ്, അവള് പഠനം നിർത്തി എന്ന് പറയുന്നത് അവള് പഠിത്തം പഠിക്കേണ്ടോടത്തോളം പഠിച്ചിട്ട് നിർത്തുകയാണെങ്കിലല്ല. ഈ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പകുതിക്ക് വെച്ച് നമ്മള് പഠനം ഏതെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ് അവള് ഷീ ഫെയിൽഡ് ഇൻ ദി SSLC എക്സാം, അവള് SSLC എക്സാം തോറ്റു. ആഫ്റ്റർ ദാറ്റ് ഷീ ബ്രോക്ക് ഹെർ സ്റ്റഡീസ്, അതിനുശേഷം അവൾ പഠനം നിർത്തി. അങ്ങനെ അല്ലാതെ പഠനം നിർത്തുക എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് മതിയായിട്ട് നിർത്തുന്നല്ലേ, ഏതെങ്കിലും ഒരു കാര്യത്തിന് ശേഷം അത് പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോവുക. ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് അവൾ പഠനം നിർത്തി. ഷീ ബ്രോക്ക് ഹെർ സ്റ്റഡീസ്, അത് നിർത്തേണ്ട സമയത്തല്ല നിർത്തിയത്, അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അവള് പഠനം നിർത്തി എന്ന് പറയുന്നതിന് നമുക്കിത് ഉപയോഗിക്കാം. ഷീ ബ്രോക്ക് ഹെർ സ്റ്റഡീസ്. ഇതിന്റെ റീസൺ ഇതിനു മുമ്പിലെ പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഉത്തമം കേട്ടോ. അതുപോലെ ഡ്രോ വാട്ടർ എന്ന് പറഞ്ഞാലോ വെള്ളം കോരുക. ഡ്രോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് വരയ്ക്കുക എന്നൊക്കെയാണ് ഇല്ലേ. പക്ഷെ ഈ ഡ്രോ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം കോരുക എന്നർത്ഥം വരും. ഷീ ഈസ് ഡ്രോയിങ് വാട്ടർ, അവൾ വെള്ളം കോരുകയാണ് എന്ന് പറയും. അതുപോലെ അങ്ങനെയുള്ള വാക്കുകള് ദ ഹെൻ ലേഡ് ആൻ എഗ്, ദ ഹെൻ ലേഡ് ആൻ എഗ്, കോഴി ഒരു മുട്ടയിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകൾക്ക് നമ്മള് പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കുകളുമായി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കും, അതിന്റെ മീനിങ്ങുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വാക്കുകൾ, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കുറച്ച് പഠിച്ചു വെക്കുക. ഡ്രോ വാട്ടർ വെള്ളം കോരുക, അതുപോലെ ബ്രോക്ക് ഹിസ് വേർഡ് വാക്ക് പാലിക്കാതിരിക്കുക, അതുപോലെ ഈ ബ്രേക്ക് ദ കോക്കനട്ട് തേങ്ങ ഉടയ്ക്കുക, അങ്ങനെയുള്ള വാക്കുകൾ. അതുപോലെ നോട്ടേറ്റ്, അതുപോലെയുള്ള കുറച്ച് വാക്കുകൾ പഠിച്ച് നമ്മൾ സംസാരം തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് സ്വയം മനസ്സിലാകുവാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അത് എവിടെ എന്ത് എങ്ങനെ എന്നുള്ളത് മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ ഒരു പ്രത്യേകതരം നോട്ടേറ്റ് പോലെയുള്ള കുറേ വാക്കുകൾ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കുവാൻ സാധിക്കും. അതുപോലെ എവിടെ ചില വാക്കുകൾക്ക് പല മീനിങ്, ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് മീനിങ് മാറുന്നതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഓൾ. അത് അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടല്ലെന്നേ, നമുക്കിതൊന്ന് ശ്രമിക്കാം. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ സെൻറ്റൻസുകൾ മാറ്റി നിങ്ങൾക്ക് സംസാരിക്കേണ്ട സാഹചര്യത്തിനൊത്ത് ഒന്ന് മാറ്റി സംസാരിക്കുക. അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാനൊന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ പഠിക്കുക എന്ന, ഇംഗ്ലീഷ് ഭാഷയെ സ്വായത്തമാക്കുക എന്ന ആ ഒരു നമ്മുടെ ഒരു റിസ്ക് ആയിട്ട് തോന്നണ്ട, നമ്മുടെ ആഗ്രഹം അത് നമുക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് ഒരുമിച്ച് പരിശ്രമിച്ച് നോക്കാം. ഓക്കെ, ഇനി കൂടുതൽ ഇതുപോലെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കുവാനുണ്ട് ഇനിയും. അങ്ങനെയുള്ള കാര്യങ്ങളുമായി അടുത്ത നമ്മുടെ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗെയിൻ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.